സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് രജനിക്കുണ്ടായിരുന്ന അഹങ്കാരം ഗിരീഷ് ആ സത്യം തുറന്നു പറയുന്നതോടെ ഒന്ന് ശമിക്കുന്നുണ്ട്. ഇപ്പോൾ ആള് ഭയങ്കര സങ്കടത്തിൽ നിന്ന് മാത്രമല്ല, തൻ്റെ സഹോദരൻ്റെ ജീവിതം എങ്ങനെ ആകും എന്നുള്ളൊരു ടെൻഷനിലും കൂടിയാണ്. അപ്പോൾ അതേസമയം മാധവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന സിദ്ധാർത്ഥൻ സാറിനോട് ശാരിക ആ ഒരു അകൽച്ച അല്ലെങ്കിൽ പറയാൻ പാടുണ്ടോ പാടില്ലയോ എന്നൊരു ടെൻഷനൊന്നും വിചാരിക്കാതെ സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ട് വാവിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. പല പ്രശ്നങ്ങൾ ചന്ദ്രോത്ത് വീട്ടിലുണ്ടായിട്ടുണ്ട്. വിവാഹം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം ചേച്ചി ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി നന്ദേട്ടൻ ചെയ്ത ഈ കുറ്റത്തിൻ്റെ പേരിന് ചേച്ചി തെറ്റുകാരിയായി നാട്ടുകാരുടെ മുമ്പിലും അതുപോലെ ശിക്ഷ അനുഭവിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് നന്ദേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ തുറന്നു പറയുന്നത് കേട്ടിട്ട് ദേവികയാണെങ്കിൽ ശാരികയെ കുറ്റപ്പെടുത്തുമ്പോൾ സിദ്ധാർത്ഥൻ സാറ് പറയുന്നുണ്ട്, ഇങ്ങനൊരു അനിയത്തി കിട്ടിയത് ദേവികയുടെ ഭാഗ്യം, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തായിട്ടുള്ള റിട്ടയേർഡ് ജഡ്ജിയെ കണ്ട് അദ്ദേഹത്തിനോട് അഭിപ്രായം തിരക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നു. തൊട്ട് പിന്നാലെ വരുന്ന ഗിരീഷിനോട് ശാരികയും അതുപോലെ ദേവികയൊക്കെ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. അതേസമയം ഗിരി പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യം മറച്ചു വെച്ചാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ദേവികയെ തന്നെയായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ദേവിക ഒരു MLA ആണ്. അപ്പോൾ സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കി എന്നുള്ളൊരു രൂപത്തിൽ തെറ്റും പഴിയും എല്ലാം ദേവികയുടെ മേൽ ഏൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ശാരികയ്ക്ക് വീണ്ടും ടെൻഷനാകുന്നു. അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ദേവിക വന്ന് സിദ്ധാർത്ഥൻ സാറിനെ കാണാൻ വരുന്ന സമയത്ത് സിദ്ധു അവിടെ ഇല്ല. അപ്പോഴത്തേക്കുമാണ് ചന്ദ്രമതി മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ ഇസബെല്ലയും കെവിനും അവിടെ വന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നതിനോ അപ്പുറം കലി. ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പം നന്ദനും അവരും മാത്രം ചേർന്ന് നിന്ന് ഇത് മൂടി വെക്കാനല്ല, വീട്ടുകാരെ അറിയിച്ചേനെ. എന്തു വന്നാലും ഭാര്യയെങ്കിലും വിവരം അറിയിച്ചേനെ. ഇവരുടെ പെരുമാറ്റമൊന്നും കണ്ടിട്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ പെരുമാറ്റമായി തോന്നുന്നില്ല. നന്ദൻ്റെ ജീവിതം തകർക്കാൻ അവൾ പിന്നാലെ നടക്കുക. അന്ന് ഹോട്ടൽ റൂമിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞപ്പം വിശ്വസിച്ചില്ലല്ലോ. ഇനി ഒരു കാര്യം ചെയ്യ്, ദേവികയെ മാറ്റിയിട്ട് ഇസബെല്ല ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് വേണം, എന്ത് തീരുമാനം എടുക്കണം, ഇതിലാരാണ് ശരി ആരാണ് തെറ്റ് എന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുവാണ് പ്രഭാവതി. അന്നേരമാണ് ദേവിക അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം സിദ്ധു ഇല്ല എന്ന് കേട്ടപ്പോഴത്തേക്കും നന്ദനെ കാണാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കുന്നു. ചന്ദ്രമതി ആൻറ്റിയും അതുപോലെ ദേവികയും നന്ദനെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഋഷി കൊലപാതക കേസിന് ഇനി എന്താണ് തീരുമാനം, അല്ലെങ്കിൽ ഇനി എന്താ അവരുടെ ഒരു പ്ലാനിങ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നന്ദനെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നന്ദൻ ദേവികയോട് പറയുന്നു, നീ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഞാനും ബെല്ലയും തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല. ഇപ്പോൾ അവൾ എന്നെ കാണാൻ വന്നിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ അവൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കെവിനും. അപ്പോൾ ആ രൂപത്തിൽ മാനസിക സപ്പോർട്ടും എനിക്ക് പിന്തുണയൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ദേവിക പറയുന്നുണ്ട്, നമ്മുടെ കുടുംബക്കാര്യവും അല്ലെങ്കിൽ ഫാമിലി മാറ്റേഴ്സൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഋഷിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി അധിക നാൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അന്ന് നന്ദു പറഞ്ഞാണല്ലോ, കുറ്റമല്ല ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങിക്കോളാമെന്ന്. എനിക്കത് പറ്റില്ല ദേവി. ഞാനങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല അകത്തു പോകുന്നത്, മറ്റു ചിലരും ഉൾപ്പെടും. മറ്റു ചിലരെന്ന് പറയുമ്പോൾ ആരാ? നന്ദു മാത്രമല്ലേ ഇതിൻ്റെ പിന്നിൽ? മറ്റാരെങ്കിലും ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദനാണെങ്കിൽ ആ കാര്യം ഓർക്കുന്നുണ്ട്. അതായത് ഇസബെല്ലയും കെവിനും വാണിംഗ് ചെയ്തിട്ടുണ്ട്, ഈ കാര്യം അവരും കൂട്ടു നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആരോടെയും പറയാൻ പാടില്ല, പ്രത്യേകിച്ചും ദേവികയോട് തുറന്നു പറയാൻ പാടില്ലെന്ന്. അങ്ങനെ എന്തു പറയണം എന്നറിയാൻ വയ്യാതെ മിണ്ടാതെ നിൽക്കുന്ന നന്ദനെ കണ്ടിട്ട് ചന്ദ്രമതി ആൻറ്റി ചോദിക്കുന്നു, ഇസബെല്ല എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിരുന്നോ നന്ദനെ? ഇസബെല്ല പറയുന്നതിനനുസരിച്ചല്ലേ ഇപ്പോൾ കുറേ നാളുകൊണ്ട് നന്ദൻ പെരുമാറുന്നത്. എനിക്ക് വ്യക്തമായിട്ടറിയാം അവൾ നിന്നെ ചതിക്കുവാണ്. നീ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുത് മോനെ. നിൻ്റെ ഭാവിയും ജീവിതവും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചതുപോലെയാണ് എനിക്ക് ചില സമയങ്ങളിൽ അവളുടെ പെരുമാറ്റം കണ്ടാൽ തോന്നുന്നത്. അത് ആൻറ്റിക്ക് ചുമ്മാ തോന്നുന്നതാ. നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇസബെല്ലയും കെവിനും. അവരുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു. അതേസമയം അരുന്ധതിയാണെങ്കിൽ ഋഷിയോട് പല കാര്യങ്ങളും ഉപദേശിക്കുന്നുണ്ട്. നീ ഈ കാണിക്കുന്നതൊക്കെ വളരെ വലിയ മണ്ടത്തര, നന്ദൻ്റെയും അല്ലെങ്കിൽ പ്രഭാവതിയുടെയൊക്കെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് നീ കാണിച്ചു കൂട്ടുന്നതല്ല, നാളെ നിനക്ക് തന്നെ ഒരു വിനയായി മാറും. ഇസബെല്ലയുടെയും കെവിൻ്റെയും വാക്ക് കേട്ട് നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അവരൊന്നുമല്ല നിയമത്തിൻ്റെ മുമ്പിൽ കുരുങ്ങാൻ പോകുന്നത്, നീ തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പരാതി കൊണ്ട് കൊടുത്തെന്നുള്ള കാര്യം നീ മറക്കണ്ട. ആ പരാതിയുടെ പുറത്ത് നീ തിരികെ വന്നിട്ട് ആ ഒരു കേസ് പോലും ഞാൻ പിൻവലിച്ചിട്ടില്ല. എല്ലാ പശ്ചാത്തലം കൂടി കൂട്ടി നോക്കുമ്പോഴത്തേക്കും മോനെ നീ പെട്ടുപോകും. അതുകൊണ്ടാണ് ഈ അമ്മ പറയുന്നത്, എനിക്ക് ആകെ കൂടി നീ മാത്രമേ ഉള്ളൂ. നിൻ്റെ ഭാവി ഓർത്താ ഞാൻ ജീവിക്കുന്നത് പോലും.
ഈ അമ്മ പറയുന്നത് ഇനിയെങ്കിലും കേൾക്കണം എന്ന് പറയുമ്പോൾ ഋഷിയാണെങ്കിൽ അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇനി എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. കെവിനോടും ഇസബെല്ലയോടും തിരക്കാതെ അവരുടെ അഭിപ്രായം ചോദിക്കാതെ ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ആരെയും എനിക്ക് അറിയിക്കാൻ പറ്റില്ലെന്ന് ഋഷിയും പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. അധികം താമസിക്കാതെ ഋഷി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇസബെല്ലയുടെയും കെവിൻ്റെയും കള്ളനാടകവും ചതിയൊക്കെ നന്ദൻ തിരിച്ചറിയും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇസബെല്ലയോട് പെരുമാറാൻ പോകുന്നത്, കാത്തിരിക്കാം.